വിശദമായ വാർത്തയിലേക്ക്. നാടിനെ കണ്ണീരിലാഴ്ത്തിയ വെളിയങ്കോട് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ട യുവാക്കൾക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ഇരുവരുടെയും ഖബറടക്കം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നടന്നു. 20ാം പിറന്നാൾ ദിനത്തിൽ ബന്ധുവിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയുള്ള അപകടത്തിൽ മരിച്ച ആഷിഖിനും ബന്ധുവും സഹയാത്രികനുമായ ഫാസിലിനും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പൊന്നാനി ചാവക്കാട് ദേശീയപാതയിൽ വെളിയങ്കോട് പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള കോൺക്രീറ്റ് ബീമിൽ ബുള്ളറ്റ് ഇടിച്ച് കയറി മരിച്ച ബന്ധുക്കളായ യുവാക്കളുടെ മയ്യത്ത് ഖബറടക്കി. വെളിയങ്കോട് സ്വദേശികളായ പള്ളിത്താഴത്ത് ആഷിഖിന്റെ ഖബറടക്കം വെളിയങ്കോട് കോയസൻ മരക്കാർ പള്ളി ഖബർസ്ഥാനിലും പൊന്നാനി വളവ് സ്വദേശിയായ മാട്ടേരി വളപ്പിൽ ഫാസിലിന്റെ ഖബറടക്കം പൊന്നാനി കറുകത്തിരുത്തി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലുമാണ് നടന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഖബറടക്ക ചടങ്ങിനെത്തിയത്. ശനിയാഴ്ച രാത്രി 9:30യോടെയാണ് നാടിന് നടുക്കിയ അപകടമുണ്ടായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെളിയങ്കോട് നിർമ്മാണം പുരോഗമിക്കുന്ന അടിപ്പാതയുടെ മുകളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്ത പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ആഷിഖും സുഹൃത്തുക്കളും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ മഴയെത്തിയതോടെ ആഷിഖും ഫാസിലും ബുള്ളറ്റ് എടുത്ത് മഴയിൽ നിന്നും രക്ഷ നേടാനായി വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടതായിരുന്നു. ഇതിനിടെ ദേശീയപാത നവീകരണത്തിനായി പാലത്തിന്റെ നിർമ്മാണത്തിന് തയ്യാറാക്കിയ കോൺക്രീറ്റ് ബീമിൽ ഇരുവരും യാത്ര ചെയ്തിരുന്ന ബുള്ളറ്റ് ഇടിച്ചു കയറുകയായിരുന്നു. രാത്രിയും മഴയായതിനാലും കോൺക്രീറ്റ് ബീം കാണാനാകാത്തതാണ് അപകടത്തിന് കാരണമായത്. NCV ന്യൂസ് പൊന്നാനി.